ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മൾ വണ്ടീൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ്. നമ്മൾ ആ ചേതക് എന്ന വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ചേതക്കിൻ്റെ ഇലക്ട്രിക് മോഡലായിട്ടുള്ള ബേസിക് മോഡലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് കാണിക്കുന്നത് അവരുടെ റേഞ്ചാണ്. നമ്മൾ 71% ഇപ്പോൾ ചാർജ് ഉള്ളത്. ചാർജ് 71% ഉണ്ടാകുമ്പോൾ നമുക്ക് റേഞ്ചായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ 67 ഒക്കെയാണ്. നമുക്ക് 67, 65 കിട്ടുണ്ടായിരിക്കും, അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ന്യൂട്രലാണ്. ഇപ്പോൾ ന്യൂട്രലാണ് വണ്ടി നിൽക്കുന്നത്, സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ന്യൂട്രലായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് തട്ടിയതിന് ശേഷം നമ്മൾ ഇവിടെ കാണിക്കുന്ന ഈ ഡി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഡ്രൈവ് മോഡിലേക്കാവും. ഈ ഡ്രൈവ് മോഡിലായി കഴിഞ്ഞാൽ മാത്രമേ വണ്ടി മൂവ് ആവുകയുള്ളൂ. ഡ്രൈവ് മോഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് എത്ര സ്പീഡിൽ പോകാമെന്ന് ചോദിച്ചാൽ മാക്സിമം നമുക്ക് 49 കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ അതിന് മുകളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഡി നെക്കി കഴിഞ്ഞാൽ സ്പോർട്സ് മോഡിലേക്കാവും. അപ്പോൾ ഇവിടെ സ്പോർട്സ് മോഡ് എന്ന് പറയും. ഈ മുകളിലത്തേക്ക് സ്പോർട്സ് മോഡ് വരും. അപ്പോൾ നമുക്ക് മാക്സിമം 69 സ്പീഡിൽ വരെ നമുക്ക് പോകാം. അത്രയാണ് ഇതിന് സ്പീഡ് കിട്ടുന്നത്. പിന്നെ കാണിക്കുന്നത് ന്യൂട്രൽ, പിന്നെ നമ്മുടെ സിഗ്നൽ, അതുപോലെ തന്നെ ഇത് നമ്മളെ മാനുവാണ്. ഇതിൽ നമുക്ക് എത്ര കിലോമീറ്റർ പോയി എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളതാണ്. കാരണം എന്താ, നമ്മളിപ്പോൾ പോയിട്ടുള്ളത് 1400 ചില്ലറ കിലോമീറ്റർ നമുക്ക് ഓടിയിട്ടുണ്ട് ഈ വണ്ടിയായിട്ട്. പിന്നെ കാണിക്കുന്നത് 6 കാണിക്കുന്നത് ഡ്രൈവാണ്. റിവേഴ്സാണ്. റിവേഴ്സ് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റിവേഴ്സ് ആവും. അപ്പോൾ നമുക്ക് റിവേഴ്സിൽ പോകാം. പിന്നെ ഇപ്പോഴത്തെ ഹോണ്, പിന്നെ ലൈറ്റ്, പിന്നെ സിഗ്നൽ, പിന്നെ അതുപോലെ തന്നെ ഇത് പുതിയ ഓപ്ഷൻ വരുമ്പോൾ യൂസ് ചെയ്യാനുള്ളതാണ് നമ്മളെ ബ്ലൂടൂത്ത് കണക്റ്റ് എന്ന് പറഞ്ഞത്. വണ്ടി കിലോമീറ്റർ എത്ര കിട്ടുമെന്ന് വെച്ചാൽ കമ്പനി പറയുന്നത് 123 കിലോമീറ്റർ കിട്ടുമെന്നാണ് ചേതക്കിൻ്റെ കമ്പനി പറയുന്നത് നമുക്ക് ബേസിക് മോഡൽ. പക്ഷേ 123 എന്ന് പറഞ്ഞാൽ കമ്പനി പറയുന്നത് എങ്ങനെയായാലും 110 കിട്ടുന്നുണ്ട് എന്നാണ് കമ്പനി യൂസ് ചെയ്യുന്നവർ പറഞ്ഞു എന്നാണ് നമ്മളുടെ എക്സിക്യൂട്ടീവുമാർ പറയുന്നത് നമ്മളോട്. പക്ഷേ നമുക്ക് തീർച്ചയായും നമുക്ക് പറയാനുള്ളത് ഇത് 123 110 ഒരിക്കലും കിട്ടുന്നില്ല. എനിക്കിപ്പോൾ കിട്ടുന്നതെന്ന് വെച്ചാൽ 90 കിലോമീറ്ററിൻ്റെ അടുത്ത് എനിക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പെട്ട മതിയായിപ്പോയി. കാരണം എനിക്ക് അതിന് ദൂരം പോകാനുള്ളത് കൊണ്ട് തന്നെ ഒറ്റ ചാർജിൽ നമുക്ക് 90 കിലോമീറ്റർ ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര നഷ്ടമായി തോന്നുന്നുണ്ട്. കാരണം എനിക്ക് നല്ല ദൂരം പോകാനുണ്ട്. ചിലപ്പോൾ ഞാൻ 100-107 കിലോമീറ്ററൊക്കെ ഒരു ദിവസം പോകുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഒരു ചാർജ് ചെയ്യണമെങ്കിൽ മിനിമം 6 മണിക്കൂർ നിന്നാൽ മാത്രമേ ഫുൾ ചാർജ് ആവുള്ളൂ. പക്ഷേ നമ്മൾ ഒരു 1 മണിക്കൂറൊക്കെ ചാർജ് ചെയ്താലും നമുക്ക് കുറച്ച് ദൂരമൊക്കെ പോകാം. ഒരു 10-15 കിലോമീറ്ററൊക്കെ ദൂരം പോകാം. പക്ഷേ എന്നാലും നമ്മൾ ചാർജിങ് നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടൈം എടുക്കും. പിന്നെ പറയാനുള്ളത് വെച്ചാൽ ഈ വണ്ടി എടുക്കുന്നവർ തീർച്ചയായും ഇതിൻ്റെ കിലോമീറ്റർ കൃത്യം എത്രയാണെന്ന് ചോദിച്ചതിന് ശേഷം മാത്രം എടുക്കുക. കമ്പനി എന്തിനാണ് 123 പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. കാരണം അങ്ങനെയാണെങ്കിൽ കമ്പനി ഇവിടെ പറയുന്നത് 123 കിട്ടുമെന്നൊന്നും. കാരണം പലവരും പറയുന്നുണ്ട് 123 കമ്പനി പറയുന്നതാണ്, ഒരിക്കലും കിട്ടില്ല, അത് സ്ട്രൈറ്റ് റോഡിൽ മാത്രം കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവർ വണ്ടി ഇറക്കാൻ നിൽക്കരുത്. സ്ട്രൈറ്റ് റോഡിൽ മാത്രം കിട്ടുകയാണെങ്കിൽ പിന്നെ അവർ വാഗ്ദാനം തരരുത് 123 കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം സ്ട്രൈറ്റ് റോഡിൽ കിട്ടുകയാണെങ്കിൽ മാത്രം അവിടെ ഇറക്കിയാൽ പോരെ, നമ്മളെ നാട്ടിൽ കൊണ്ട് ഇറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വണ്ടി എനിക്ക് പണി കിട്ടിയ മാതിരിയാണ്. കാരണം എനിക്ക് അത്യാവശ്യം ദൂരം പോകാനുള്ളത്, ആ ദൂരം പോകാൻ പറ്റുന്നില്ല. കമ്പനി 123 പറഞ്ഞിട്ട് 110 കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തത്. എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വെറും 90% കിട്ടുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ തീർച്ചയായും ഇലക്ട്രിക് വണ്ടിയിൽ ചേതക്കിൻ്റെ ബേസിക് മോഡൽ എടുത്താൽ ദൂരം പോകാൻ പറ്റില്ല. പക്ഷേ ബാക്കിയൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് എന്താ വെച്ചാൽ എണ്ണ അടിക്കാൻ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോകാം. ദൂരം പോകുന്നവർക്ക് ഒരിക്കലും ചേതക്ക് നടക്കില്ല. അതിന് നല്ലത് വേറെ ഏതെങ്കിലും വണ്ടി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യും, മാക്സിമം കമൻറ്റ് ചെയ്യും. താങ്ക് യു.